സോ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? സ്പീക്കിംഗ് സ്കിൽസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോൾ സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. സ്പീക്കിംഗ് സ്കില്ലിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഒപ്പീനിയൻസ്, നമ്മുടെ ഐഡിയോളജീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ സ്പീക്കിംഗ് സ്കിൽ ഓർ സ്പീക്കിംഗ് ഈസ് ഇന്റർ കണക്റ്റഡ് വിത്ത് അതർ ലാംഗ്വേജ് സ്കിൽസ്. അപ്പൊ എന്താണ് അതർ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുമ്പോൾ വേറെ ഏതൊക്കെയാണ് ലാംഗ്വേജ് സ്കിൽസ്? 4 ലാംഗ്വേജ് സ്കിൽസ് നമുക്ക് പഠിക്കാനില്ലേ? സോ 4 ലാംഗ്വേജ് സ്കിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് 4 ലാംഗ്വേജ് സ്കിൽസ്? ലിസണിങ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇത്രയാണ് എന്തുള്ളത്? 4 ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത്. ഈ 4 ലാംഗ്വേജ് സ്കിൽസും കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു കമ്മ്യൂണിക്കേഷന്റെ ക്വാളിറ്റി കൂടുന്നത്. ദെൻ ഒരു ഗുഡ് സ്പീക്കിംഗ് സ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ കരിയറിനെ അപ്ലിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് തന്നേക്കാം. മാത്രമല്ല provide personal satisfaction and build confidence and self expressions. നമ്മുടെ ഒരു സ്പീക്കിംഗ് സ്കിൽസ് നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുകയും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീച്ചസുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ്. എന്താണ് ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ്? Impromptu speaking, speaking in the spot without any preparation. യാതൊരു പ്രിപ്പറേഷൻസും ഇല്ലാതെ സ്പോട്ടിൽ സ്പീക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇംപ്രോംപ്റ്റു സ്പീക്കിംഗിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ യാതൊരു പ്രിപ്പറേഷൻസും ഇല്ലാതെ നമ്മൾ സ്പോട്ടിൽ സംസാരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ് എന്ന് പറയുന്നത്. Then the second one is extemporaneous speaking. That means നമ്മൾ പ്രിപ്പറേഷൻസോട് കൂടി സംസാരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്റ്റംപൊറേനിയസ് സ്പീക്കിംഗ്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ നോട്ട് ഉണ്ടല്ലോ അത് നോക്കി നമ്മൾ വായിക്കുന്നില്ല. പകരം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്റ്റംപൊറേനിയസ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ്. മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഓൾറെഡി നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുള്ള ആ ഒരു സ്പീച്ച് എന്ത് ചെയ്യുന്നു? അത് നോക്കി വായിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പീക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ മെമ്മറൈസ്ഡ് സ്പീക്കിംഗ്. മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ഒരു റിട്ടൺ സ്പീച്ച് എന്ത് ചെയ്യുന്നു? ബൈ ഹാർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും ഫോർമൽ സ്പീച്ചസുകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. Then describe the 4 types of audience mentioned and suggest strategies for each. അപ്പോൾ ഏതൊക്കെയാണ് 4 types of ഓഡിയൻസുകൾ ഏതൊക്കെയാണ്? ഹോസ്റ്റൈൽ ഓഡിയൻസ്, ക്രിട്ടിക്കൽ ഓഡിയൻസ്, അൺഇൻഫോംഡ് ഓഡിയൻസ് ആൻഡ് സിമ്പതറ്റിക് ഓഡിയൻസ്. ഇത്രയും 4 types of ഓഡിയൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഫസ്റ്റ് വൺ ഇസ് a hostile audience. എന്താണ് അപ്പോൾ ഹോസ്റ്റൈൽ ഓഡിയൻസ് എന്ന് പറയുന്നത്? ഹോസ്റ്റൈൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ they were uninterested or opposite to our speech. നമ്മുടെ സ്പീച്ചിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ചിനെ ഒപ്പോസ് ചെയ്യുന്ന ഓഡിയൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്റ്റൈൽ ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഫാക്ട്സുകൾ പ്രസന്റ് ചെയ്തുകൊണ്ട് അവർക്കുള്ളിൽ എന്ത് ചെയ്യാം? ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ
ഹ്യൂമർ യൂസ് ചെയ്യാം. ഇതൊക്കെ എന്ത് ചെയ്യാം, ഹോസ്റ്റൈൽ ഓഡിയൻസിനെ നമ്മുടെ സ്പീച്ചിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. Then a critical audience. A critical audience always looks for our mistakes. ഒരു ക്രിട്ടിക്കൽ ഓഡിയൻസ് എപ്പോഴും നമ്മുടെ മിസ്റ്റേക്സിനെയാണ് എപ്പോഴും അവരെന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് എങ്ങനെ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാമെന്ന് ചോദിച്ചാൽ, പ്രൊവൈഡിങ് എവിഡൻസ് ആൻഡ് ഡിസ്കസിങ് ബോത്ത് സൈഡ്സ് ആൻഡ് സ്റ്റിക്കിംഗ് ടു ഫാക്ട്സ്. എന്ത് ചെയ്യാം, നമ്മൾ പറയുന്നതിന് എവിഡൻസുകൾ കൊടുക്കാം അവർക്ക്, അല്ലെങ്കിൽ പ്രൂഫുകൾ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ പറയുമ്പോൾ എന്താണ്, രണ്ട് സൈഡും ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ പറയാം. ദെൻ ഫാക്റ്റുകൾ പറയാ എന്നുള്ളതാണ് ഒരു ക്രിട്ടിക്കൽ ഓഡിയൻസിനെ നമ്മുടെ സ്പീച്ചിൽ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ദെൻ അൺഇൻഫോമഡ് ഓഡിയൻസ്. അൺഇൻഫോമഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് എന്താണ്, അവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അൺഅവെയർ ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിൽ അവർ അൺഅവെയർ ആയിരിക്കാം. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ചോദിച്ചാൽ, അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ഇൻഫോർമേഷൻസ് കൊടുക്കാം ഇൻ എ സിമ്പിൾ ലാംഗ്വേജ്. സിമ്പിൾ ലാംഗ്വേജിൽ എന്ത് ചെയ്യാം, അവർക്ക് ബേസിക് ഇൻഫോർമേഷൻസ് കൊടുക്കാം. Then sympathetic audience. The last type of audience is sympathetic audience. അപ്പോൾ എന്തായിരിക്കും sympathetic audience? സിമ്പതറ്റിക് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഓഡിയൻസിനെയാണ് എന്ത് പറയുന്നത്, സിമ്പതറ്റിക് ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ അവർ നമ്മുടെ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ചിൽ എന്താണ്, അവർ ആക്റ്റീവാണ്. സോ അവർ നമ്മളെ വീണ്ടും എൻഗേജ് ചെയ്യിപ്പിക്കാൻ പിന്നെ ഒന്നും ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. സോ നമ്മുടെ സ്പീക്കിങ്ങിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഓഡിയൻസിനെയാണ് എന്ത് പറയുന്നത്, സിമ്പതറ്റിക് ഓഡിയൻസ് എന്ന്. ടൈപ്സ് ഓഫ് ഓഡിയൻസ് ഓക്കെ ആണോ? Okay, the next question is, explain the importance of pronunciation and suggest steps and online resource for improving it. Importance of pronunciation. ഇനി പ്രൊനൗൺസിയേഷന് സജസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്സുകളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൺലൈൻ റിസോഴ്സുകളും എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ഫോർ ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, പ്രൊനൗൺസിയേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഗ്രാമറിലും സ്പെല്ലിങ്ങിലും വൊക്കാബുലറിയിലും മാത്രമല്ല എന്ത് ചെയ്യേണ്ടത്, പ്രൊനൗൺസിയേഷൻ വീക്ക് ആയാലും എന്ത് ചെയ്യാം, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാം, അത് എഫക്റ്റ് ചെയ്യാം. മാത്രമല്ല, ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഫൊണറ്റിക് ലാംഗ്വേജ് ആണല്ലേ. സോ അപ്പോൾ സ്പെല്ലിങ്ങിൽ മാത്രം ക്ലിക്ക് ഓൺ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊനൗൺസിയേഷനിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സ്പെല്ലിംഗ് പലപ്പോഴും എന്താണ്, എറേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് ചില വേർഡ്സുകൾ സ്പെല്ല് ചെയ്യുന്നത് പോലെ അല്ല എന്ത് ചെയ്യുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതെന്ത് ചെയ്യും, സ്പെല്ലിങ് ചിലപ്പോൾ നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയേക്കാം. ഇനി പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്പീക്കിംഗ് മോർ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് തന്നെ സംസാരിക്കുക. ഒന്നെങ്കിൽ നമ്മളോട് തന്നെ സംസാരിക്കുക, മറ്റൊന്ന് മറ്റുള്ളവരോട് കോൺവെർസേഷൻ നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അവെയർ ഓഫ് സ്പെല്ലിംഗ് ട്രാപ്സ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സ്പെല്ലിംഗ് ചില വേർഡ്സുകൾ സ്പെല്ല് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ആ ഒരു ട്രാപ്പ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ലിസണിങ് ആക്റ്റീവ്ലി ടു യുവർ ഓൺ വോയിസ് ആൻഡ് അതേഴ്സ്. മറ്റുള്ളവർ സംസാരിക്കുന്നത് എന്ത് ചെയ്യാം, ആക്റ്റീവ്ലി ലിസൺ ചെയ്യാം. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ്. യൂട്ടിലൈസിങ് ഓൺലൈൻ റിസോഴ്സസ്. ഓൺലൈൻ റിസോഴ്സുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സ്പീക്കിംഗ് സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഓൺലൈൻ റിസോഴ്സസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, യൂട്യൂബ് നമുക്ക് എന്ത് ചെയ്യും, വീഡിയോസുകൾ. നമ്മൾ ഇപ്പോൾ പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ മൗത്തിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള വീഡിയോസുകളൊക്കെ എന്തിലുണ്ടാവും, യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓഡിയോ ലെസൺസുകൾ ഉണ്ടാവും, പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റിംഗ്.
അതായത് നമ്മൾ എഴുതുന്നതിന് മുമ്പുള്ള സ്റ്റേജ് ആണ് എന്ത് പറയുന്നത്, പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രീ റൈറ്റിംഗ് സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം ചിന്തിക്കണം. ദെൻ നോട്ട് ടേക്കിംഗ്, നോട്ട്സുകൾ ഉണ്ടാക്കണം. ദെൻ ഐഡിയ ജനറേഷൻ, നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ എന്താണ്, ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക. പല റിസർച്ചുകളും ഇന്റർവ്യൂസുകളും എല്ലാം നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സുകൾ കളക്ട് ചെയ്യാണ് പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സിൽ വരുന്നത്. ദ സെക്കൻഡ് വൺ ഇസ് ഡ്രാഫ്റ്റിംഗ്. നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുക, എഴുതുന്നതാണ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സെന്റൻസിലോട്ടും പാരഗ്രാഫിലോട്ടും മാറ്റുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് ഈ ഒരു ടോപ്പിക്കിന് സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സുകൾ എഴുതണം. അവിടെ ഒരിക്കലും നമ്മൾ എന്താണ്, ഗ്രാമറിനെ കുറിച്ച് വറി ചെയ്യാൻ പാടില്ല. ഡ്രാഫ്റ്റിംഗ് എന്നുള്ള സ്റ്റേജിൽ നമ്മൾ ഓൾവേസ് എന്ത് ചെയ്യണം, നമ്മുടെ പോയിന്റ്സിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് റിവൈസിങ്. റിവൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ കാര്യം എന്ത് ചെയ്യുക, വീണ്ടും റീറീഡിങ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവൈസിങ് എന്ന് പറയുന്നത്. റീറീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസുകൾ വരുത്തണമെന്നും എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നോക്കേണ്ടത് എന്തിലാണ്, കണ്ടന്റിലാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഏതെങ്കിലും കണ്ടന്റ് നമുക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റാം, എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്യാം. Revising is always focus on improving content, composition and clarity. ക്ലാരിറ്റിയിലും കണ്ടന്റിലും കോമ്പോസിഷനിലുമാണ് എന്ത് ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് നമ്മുടെ ടോപ്പിക്കിൽ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ, ഗ്രാമറിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദ ലാസ്റ്റ് വൺ ഈസ് എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിങ്. ഇവിടെയാണ് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്. സോ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കംപ്ലീറ്റ് സെന്റൻസ്, നമ്മൾ എഴുതിയ സെന്റൻസ് കംപ്ലീറ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. സ്പെല്ലിംഗ് കറക്റ്റ് നോക്കണം. പങ്ക്ച്വേഷൻസ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ, പങ്ക്ച്വേഷനും ക്യാപിറ്റലൈസേഷനും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഒരു റൈറ്റിംഗ് പ്രോസസ്സിലെ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ഉള്ളത്, പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓർ പ്രൂഫ് റീഡിംഗ്.